അങ്ങനെ പവർ ടീമിൻ്റെ ആദ്യ ടാസ്ക്, അതായത് പവർ ടീമിലേക്ക് കയറാനുള്ള ആദ്യത്തെ ടാസ്ക് അവസാനിക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ ടീമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് ഗബ്രിയുടെ ടീമാണ് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ചെയ്തെന്ന് തോന്നി. പക്ഷേ അവർ തമ്മിൽ, അതായത് ജാസ്മിൻ്റെ ടീം ഗബ്രിയുടെ ടീമും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉള്ള പോലെ തോന്നി. അതായത് രണ്ടുപേരും നിന്ന് നോക്കുമ്പോഴും എനിക്ക് ഇച്ചിരി കൂടി ചിരിക്കാൻ തോന്നിയത് നമ്മുടെ അർജുൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അർജുൻ ജാൻമണിയായിട്ട് അങ്ങ് തകർക്കുമായിരുന്നു. അതുപോലെ അപ്സരയും. പക്ഷേ അപ്സരയെക്കാളും കൂടുതലും ആ ഒരു ടാസ്കിൽ, ആ ഒരു ടീമിൽ നമ്മുടെ അർജുനാണ് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തത്. പിന്നെ നമ്മുടെ ഗബ്രിയും അതുപോലെ റസ്മിനും ഒക്കെ ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജാസ്മിൻ്റെ ടീമിൽ പറയുകയാണെങ്കിൽ ജാസ്മിൻ്റെ അടുത്ത് തന്നെയാണ്. അതൊരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രീരേഖ അടിപൊളിയായിട്ട് ഗബ്രിയെ ചെയ്ത്. നമ്മൾ ശ്രീരേഖയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഈ കോമഡിയൊക്കെ ചെയ്യാനായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശ്രീരേഖ അടിപൊളിയായിട്ട് ചെയ്തു. അതുപോലെ ശ്രീതു ഒക്കെ കുഴപ്പമില്ല. അൻസിബയും നല്ല രീതിയിൽ ചെയ്തു. പിന്നെ നമ്മുടെ അടുത്ത ടീം സായി ടീം പറയുകയാണെങ്കിൽ സായിയും അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറും വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ട്രൈ ചെയ്തു അവർ. അതേസമയം നന്ദനയും നമ്മുടെ അഭിഷേക് ജയദേവും ഒക്കെ ആയിരുന്നു. ഭയങ്കര ഓവറാക്കി. പക്ഷേ ഓവറാക്കിയെങ്കിലും അത് അങ്ങോട്ട് ഈ രണ്ട് ടീം വെച്ച് നോക്കുമ്പോൾ അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ രണ്ട് ടീമിലും എനിക്ക് തോന്നിയത് നമ്മുടെ ഗബ്രിയുടെ ടീമായിരുന്നു. പിന്നെ ഗബ്രിയുടെ ടീം ആയതുകൊണ്ടും നമ്മുടെ പവർ ടീമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ ഉള്ളത് കൊണ്ടും ആ ഒരു ടാസ്കിൽ അവർ മാർക്ക് കുറച്ചു. എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ മാത്രമല്ല പവർ ടീമിന് ഇൻഡിവിജ്വലായിട്ട് മാർക്ക് കൊടുക്കാമായിരുന്നു. അപ്പം അതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ ജാസ്മിൻ്റെ ടീം നല്ല രീതിയിൽ നിൽക്കുന്നത്. അപ്പം മാത്രമല്ല ജാസ്മിൻ്റെ ടീം അടുത്ത പ്രാവശ്യം പവർ ടീമായി വരുവാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ മാത്രമേ ഉള്ള ആ ടീമിൽ മാറി നിൽക്കുന്നത്. ബാക്കി ശ്രീതു ആണെങ്കിലും അതുപോലെ തന്നെ ശ്രീരേഖ ആണെങ്കിലും അൻസിബി ആണെങ്കിലും ഇപ്പോഴത്തെ പവർ ടീമുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അവർക്കത് ഒരു ഗുണമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ സെലക്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ പലതരത്തിലെ ഗെയിംസ് വരും അല്ലേ. നോക്കാം ഇനി അടുത്ത ടാസ്ക് എന്താണെന്നുള്ളത്. അപ്പം ആ ടാസ്കിൽ ഇനി ഇവർക്ക് കയറി വരാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിഞ്ഞാലേ പറ്റൂ. കാര്യം അതേ രീതിയിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.